നാട്യാല ജനാർദ്ദനൻ പുരസ്കാരം പ്രഖ്യാപിക്കാനാണ്. കണ്ണൂർ ബാർബർ ക്ലബിൻ്റെ ഗുരുനാഥനായ നാട്യാല ജനാർദ്ദനൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കണ്ണൂർ ബാർബർ ക്ലബ് മേറ്റ്സ് അവർ സ്ഥാപിച്ച അവാർഡാണ് നാട്യാല ജനാർദ്ദനൻ പുരസ്കാരം. അതിൻ്റെ 2ാമത്തെ പതിപ്പ് ആണിത്. ഈ വർഷം ഡിസംബർ 21 കണ്ണൂർ ചേംബർ ഹാളിൽ വെച്ച് 4 മണിക്ക് ഫോറസ്റ്റ് വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ ഈ അവാർഡുകൾ ദാനം ചെയ്യും. ഇപ്രാവശ്യം വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും പവർ ലിഫ്റ്റിങ്ങിലും ബോഡി ബിൽഡിങ്ങിലും GV രാജ അവാർഡ് നേടിയവർക്കാണ് ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. GV രാജ അവാർഡ് നേടുക മാത്രമല്ല, അവർ വന്ന സ്പോർട്സിൽ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ, പുതിയ തലമുറയെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതിൽ നേതൃത്വം നൽകുന്നവരുമാണിവർ. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മികച്ച കായിക താരങ്ങൾക്കുള്ള അവാർഡും പത്രമാധ്യമ പുരസ്കാരം, പാരാ ഗെയിംസിൽ അന്തർദേശീയ മെഡൽ നേടിയവർക്കുള്ള പുരസ്കാരവും പ്രഖ്യാപിക്കുന്നു. അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിക്കുകയാണ്. ഈ പറയുന്നവരെല്ലാം കേരളത്തിലെ സർക്കാരിൻ്റെ GV രാജ അവാർഡ് നേടിയ ആൾക്കാരാണ്. 1981 മുതൽ 99 വരെയുള്ള കാലഘട്ടത്തിൽ ശ്രീ MK കൃഷ്ണകുമാർ, R അശോക് കുമാർ, NI പോളി, G ശിവപ്രസാദ്, AG രാജു, BP റെന്നി, B സന്ദീപ്, VN രാജു, മോളി T, പുഷ്പമ ജോസഫ്, ജെനറി ഫ്രാൻസിസ്, ഷെറി P, GGP AB മഞ്ജു, ഭാസ്വരൻ VP, VN കൃഷ്ണൻ, മിനികുമാരി, CGK, ലതീഷ് KB, ബീന അഗസ്റ്റിൻ. ഇവരാണ് അയൺ ഗെയിംസ് എന്ന് നമ്മൾ പറയും. വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബോഡി ബിൽഡിംഗ്, പവർ ലിഫ്റ്റിംഗ്, ഈ മേഖലകളിൽ GV രാജ അവാർഡ് നേടിയ, ഇന്ന് പുതിയ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ നേതൃത്വം കൊടുക്കുന്നവരുമാണ്. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മികച്ച കായിക താരങ്ങൾക്കുള്ള നാട്യാല ജനാർദ്ദനൻ പുരസ്കാരം നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാടിലെ വിദ്യാർത്ഥിയായ വിഷ്ണു നാരായണനാണ്. അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ പീപ്പിൾസ് കോളേജ് മുന്നാടിലെ അജിന KK, ഏഞ്ചൽ പോൾ എന്നീ കുട്ടികൾക്കാണ്. പത്രമാധ്യമ പുരസ്കാരം P സുരേശൻ, ദേശാഭിമാനി കോഴിക്കോട് യൂണിറ്റ് ന്യൂസ് എഡിറ്റർ. T സൗമ്യ, റിപ്പോർട്ടർ മാതൃഭൂമി കണ്ണൂർ. പാരാ ഗെയിംസിൽ വിഭാഗത്തിൽ ഉള്ള അവാർഡ് ശ്രീ ജോബി മാത്യു, പവർ ലിഫ്റ്റിംഗ് ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ജേതാവ്. അതുപോലെ തന്നെ രാജേഷ് ജോൺ, മിസ്റ്റർ ഒളിമ്പ്യ വെങ്കല മെഡൽ ജേതാവ്. ഇത്രയും പേർക്കാണ് ഈ വർഷത്തെ അവാർഡ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. പബ്ലിക്കിൽ നിന്നും യാതൊരു ഡൊണേഷൻസും സ്വീകരിക്കാതെ സ്വന്തം പഴയ മെമ്പർമാർ മാത്രം സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ട് നടത്തുന്ന അവാർഡ് ഫങ്ഷൻസുമാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ സംരംഭം വഴി കണ്ണൂരിലെ ആദ്യത്തെ പവർ ലിഫ്റ്റിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് ക്ലബ്ബായ ബാർബർ ക്ലബ്ബും അതിൻ്റെ എവർഗ്രീൻ ആചാര്യനായ നാട്യാല ജനാർദ്ദനൻ സാറിൻ്റെ സ്മരണയും നിലനിൽക്കുന്നത് കൂടാതെ ഇപ്പോഴുള്ള ഈ മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ ആരോഗ്യപരമായ ചിന്താഗതി വളർത്തുവാനും അവർക്ക് സ്പോർട്സിലും മറ്റും കൂടുതൽ താല്പര്യം ഉണ്ടാക്കാനും ഉള്ള ഒരു വേദി കൂടിയാണ് ഈ ബാർബർ ക്ലബ് മേറ്റ്സ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ എല്ലാ വർഷവും ഡിസംബർ 21 നാട്യാല ജനാർദ്ദനേട്ടൻ്റെ പ്രോഗ്രാമായിട്ട് നിൽക്കുകയാണ്. അത് നമ്മളത് മാത്രമായിട്ട് തന്നെ
ഉള്ളൊരു സംരംഭമാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എല്ലാം ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. അതേ സഹകരണം നിങ്ങളിൽ നിന്ന് നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്.